ആൾക്ക് വേണ്ടത് ഒരു സെക്സ് ടോയും ഒരു വീട്ടുജോലിക്കാരിയുമായിട്ട്. ലവ് മാരേജ് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും വേണം വേണ്ട അങ്ങനെ ഒരു ഇതായിരുന്നു വീട്ടിൽ. 18 വയസ്സല്ലേ ഉള്ളൂ. 18 എല്ലാ പെൺപിള്ളേരും അതാണ് ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെയാണ് ചിന്താഗതി. കല്യാണം ഉറപ്പിച്ച 6 മാസത്തിനുള്ളിൽ ഞാൻ ആളുമായിട്ട് അഡിക്റ്റ് ആയി. ആള് വേണം, ആളില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഇതായി. കാരണം ഞാൻ പള്ളിക്കാരി അല്ലല്ലോ, അവര് പള്ളിക്കാരാ. എന്നെ മതം മാറ്റണം എന്നുള്ളൊരു പേരിലും പ്രശ്നം. ഒരു 2.5 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി 1.5 മാസമായിട്ട് ഇരുന്നപ്പോഴാണ് എന്നെ ഒരുപാട് തല്ലിയത്. ആ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചേ പറഞ്ഞതാ. ചാവാനൊക്കെ നോക്കിയതായിരുന്നു. കെട്ടിക്കഴിഞ്ഞ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ എടുത്തു ചാടിയതാ. കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ റിലേഷനിലേക്ക് പോയായിരുന്നു. ഒന്നൊന്നും ഇല്ലട്ടോ. നിനക്ക് വേറെ പണിയൊന്നുമില്ലടി സോനൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് എടി പൊട്ടി നിനക്ക് വട്ടുണ്ടാന്നൊക്കെ ചോദിച്ച് എന്നെ ഇടക്ക് ഓക്കെ ആക്കണോ പറഞ്ഞാൽ ഞാൻ എന്നോട് പറയടാ. ഇപ്പൊ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? വരുന്നുണ്ട്. എന്റെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ചെക്കൻ എന്ന് പറഞ്ഞ എന്റെ ചേട്ടനാ. ഫോൺ പോലും ഇല്ല. ഫോണില്ല. അയ്യോ, അങ്ങനത്തെ ഒരാളെ കാണാൻ കാസ്റ്റും കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം, എനിക്ക് പണ്ടാരം കാസ്റ്റേ ഇഷ്ടമല്ല. മനുഷ്യരല്ലേ എല്ലാരും. ഈ മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ തീർന്നു. ഞാൻ ചാടിയില്ല. അപ്പഴാ പെട്ടെന്ന് വയറ്റിൽ കൊച്ചുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ആലോചിച്ചപ്പോ